അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഒരു ഷോർട്ടായിട്ടുള്ള മിനി വ്ളോഗിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ടേ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റും കൂടി അതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ നമ്മളെ ഓരോ വീഡിയോസും ഓരോ ദിവസം ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോഴും ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് എൻ്റെ ഫാമിലിയിലുള്ള ഓരോ അംഗങ്ങളെ ഞാൻ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ഇനി ഓരോരോ വീഡിയോസ് ഇടൽ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഓരോ ദിവസം ഇങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൂടുതൽ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നത്. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞത് ഉച്ചക്കുള്ള വിശേഷമാണ് കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, കുഞ്ഞമ്മത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് കുഞ്ഞമ്മത്തിയാടോ. ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് അയില മാന്തിക്കായിരുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞമ്മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് നല്ലോണം അങ്ങോട്ട് മുറിച്ച് സെറ്റാക്കി എടുത്തിട്ടേ അങ്ങോട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കാമല്ലോ. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ കുഞ്ഞമ്മത്തി ഇഷ്ടമുള്ളവരൊക്കെ ഒന്നുകൊണ്ട് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ മീനൊക്കെ മുടിച്ചങ്ങാണ്ടേ മസാല കണ്ട് തേച്ച് വെച്ചങ്ങാണ്ടേ അവിടെ റെസ്റ്റിന് വെച്ചിരുന്നിട്ടാ. അപ്പോൾ ഞാൻ ഈ മീനിൻ്റെ മസാല എന്ന് പറഞ്ഞത് ആ 2-3 ദിവസത്തിന് ഒന്നിച്ചുള്ളത് അങ്ങനെ ഉണ്ടാക്കി വെക്കൂട്ടാ. എന്നാൽ പിന്നെ രാത്രിയൊക്കെ ഇടയ്ക്ക് കാക്ക മീൻ കൊണ്ടുവരിട്ടാ. അപ്പോൾ പിന്നെ പെട്ടെന്നുണ്ട് മീൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് പിന്നെ മസാല ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നിന്ന് കുറച്ചെടുത്തുങ്ങാണ്ട് അങ്ങോട്ട് കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് പിന്നെ പൊരിച്ചെടുത്താൽ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുന്നിട്ടാ. അപ്പോൾ നിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടാ? അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. കാരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തിങ്ങാണ്ട് പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരിത്തിരി സുറുക്കൊക്കെ വെച്ചിങ്ങാണ്ട് അങ്ങോട്ട് മസാലയൊക്കെ കൂട്ടിയാണ്ട് പിടിച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്താൽ മതി. ഒരു 2 ദിവസത്തിന് 3 ദിവസത്തിനുള്ളതൊക്കെ ആക്കിയാണ്ട് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ. എന്തായാലും നമ്മൾ കുഞ്ഞമ്മത്തിയൊക്കെ വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ചീനച്ചട്ടിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞമ്മത്തി ആളൊരു കുഞ്ഞനായതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലാണ്ട് മറച്ചിടാൻ പറ്റുന്നുണ്ട് കേട്ടോ. പൊടിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഫ്രഷ് മീനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫ്രഷ് മീനാവണമെന്നൊന്നുമില്ലല്ലോ. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ചോർത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. അങ്ങനെ ഓരോരുത്തരോട്ടായിട്ട് അങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പറഞ്ഞാണ്ട് ഞാൻ ഓരോരുത്തരായിട്ട് അങ്ങനെ മറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഷോർട്സും ഒക്കെ ഒന്ന് കണ്ടുങ്ങാണ്ട് നിങ്ങളൊന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ നനച്ചുളിയും കാര്യങ്ങളൊക്കെ എവിടെ എത്തി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. നനച്ചുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റംസാൻ്റെ ഓരോ ഒരുക്കങ്ങളാവില്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങലും അരി പൊടിപ്പിക്കലും മല്ലി മുളകൊക്കെ പൊടിപ്പിക്കലൊക്കെ ആയിട്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ എവിടെ എത്തി അതൊക്കെ ഒന്ന് അറിയിക്കൊണ്ടിട്ടാ. അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ കണ്ടില്ലേ ഏകദേശമൊക്കെ നല്ല സെറ്റ് ആയിക്കണം കേട്ടോ. കണ്ടില്ലേ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചൊക്കെ തീ കൂട്ടിയിട്ടും കുറച്ചൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെ മൂടി വെക്കുന്നത്. അങ്ങനെ ഇപ്പം എന്തായാലും നമ്മുടെ മത്തിൻ്റെ പരിപാടി അവിടെ റെഡി ആയിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ട് പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം പിന്നെ അടുത്തത് അവിടെയൊക്കെ ഒന്ന് നല്ലോണം എന്നിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കണ്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ അടുക്കളയിലെ പണി അങ്ങോട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ ബാക്കി പണികളൊക്കെ എളുപ്പമാണെന്നാണ്. ഇവിടെ അങ്ങോട്ട് ക്ലീൻ ആയിരുന്നാൽ തന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.